നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ ചർച്ച നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ഇതിനായി യുഎന്നിന്റെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവനായിട്ടുള്ള മരിയാനോ ഗ്രോസി ഇറാൻ സന്ദർശിക്കും. IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായിട്ടുള്ള IAEA തലവനാണ് ഇറാനിൽ ഉടനെത്തുന്നത്. ഗസയിലും ലബനനിലും അതിശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ട്രംപ് US പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കെ കൂടിയാണ് യുഎന്നിന്റെ ഈ പ്രധാന നീക്കം വരുന്നത്. ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുമായും ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായും മരിയാനോ ഗ്രോസി കൂടിക്കാഴ്ച നടത്തും. സെപ്റ്റംബറിൽ UN പൊതുസമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടിക്കാഴ്ച എന്ന് IAEA അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇറാനും IAEAയും തമ്മിൽ അംഗീകരിച്ച സംയുക്ത കരാർ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സംയുക്ത കരാർ നടപ്പാക്കുന്നതിൽ പുരോഗതി കൈവരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിനാൽ സന്ദർശനത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്നും ഗ്രോസി പറയുകയാണ്. രഹസ്യ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് IAEA പരിശോധകരുടെ സംശയങ്ങൾ തീർക്കുക, കൂടുതൽ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്താൻ IAEA അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ അംഗീകരിച്ചത്. അന്താരാഷ്ട്ര നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഇറാൻ ആണവ പദ്ധതി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്നും ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരിച്ചതായും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ IAEA ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതി എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും 2015 ആണവ കരാറിന് പിന്നാലെ നിരവധി ഉപരോധങ്ങൾ US ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2018 ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനുമായുള്ള കരാറിൽ നിന്ന് US പിന്മാറിയിരുന്നു. ഇതോടെ ആണവ പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ കഴിഞ്ഞിരുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇറാനുമായി യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഉത്തര കൊറിയയുമായി അപ്രതീക്ഷിത ചർച്ച നടത്തിയതുപോലെ ഇറാനുമായും ട്രംപ് സംവാദത്തിന് തയ്യാറാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ ചർച്ച നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ഇതിനായി യുഎന്നിന്റെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ എത്തുമ്പോൾ കാര്യം കൂടുതൽ മാറിമറിയുമെന്ന് വ്യക്തമാവുകയാണ്. ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുമായും ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായും മരിയാനോ ഗ്രോസി കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് ഏറെ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അതേസമയം ഇസ്രയേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്ന റിപ്പോർട്ട്. ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഈ ഒഫൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരം. സൊറക് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പ്രൊജക്ടൈൽ ഉൾപ്പെടെ ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിൽ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ഈ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും US ഇസ്രായേൽ അംബാസിഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് വിവരം. ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2014-2015 കാലയളവിലെ ചില ചിത്രങ്ങളും ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അത് പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഈ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടുതൽ ഗൗരവതരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമോ എന്ന ഇസ്രായേൽ സൈബർ സുരക്ഷാ വിദഗ്ധർ ആശങ്കയിലാണ്. എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രായേലി ആണവോർജ കമ്മീഷന്റെ പ്രൊജക്ടുകളുടേതല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ട്. ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രയേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വിവരങ്ങൾ ചോർത്തിയാലും അതൊന്നും വലിയ കാര്യമില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. ഇതിനപ്പുറവും ഇറാൻ ചെയ്യുമെന്ന് വ്യക്തമായി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അവർ ചെയ്താലും അതിലൊന്നിലും ഇസ്രയേൽ വീഴില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ.
എന്തായാലും മറ്റൊരു വാർത്ത വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 165-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ തൊടുത്തതായും 1 വയസ്സുള്ള പെൺകുട്ടി 7 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹിസ്ബുള്ള കർമിയേൽ പ്രദേശത്തെ പരിശീലന കേന്ദ്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നും വ്യക്തമാക്കി. 2 ഘട്ടമായി നടന്ന ആക്രമണത്തിൽ ആദ്യഘട്ടത്തിലെ 80ഓളം റോക്കറ്റുകൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി തകർത്തെറിഞ്ഞിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം സെപ്റ്റംബറിൽ ലബനിൽ നടത്തിയ പേജർ സ്ഫോടനം തന്റെ അറിവോടെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്ന് സമ്മതിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. 2 ഘട്ടമായി 100 കണക്കിലധികം റോക്കറ്റുകളാണ് ഈ സമയം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, സിറിയയിൽ നിന്ന് ഗൊലാൻ കുന്നുകളെ വേർതിരിക്കുന്ന ആൽഫ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിർമ്മാണ പദ്ധതി ഇസ്രായേൽ ആരംഭിച്ചിട്ടുള്ളതായി ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. രംഗം അങ്ങനെ കൂടുതൽ വഷളാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആണവ പദ്ധതികൾ, ആണവ നിലയങ്ങൾ, അങ്ങനെയുള്ള ചില ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അതിശക്തമായുള്ള ആക്രമണം ഉണ്ടാകുമെന്ന ഭയം സത്യത്തിൽ ഇറാനെ വേട്ടയാടുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന്. ആണവ കേന്ദ്രങ്ങളും ആണവോർജവും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്.